ലബനനിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ജീവനും കൊണ്ട് നെട്ടോട്ടമോടി 5 ലക്ഷത്തിലധികം മനുഷ്യർ. എങ്ങോട്ടെന്നില്ലാത്ത പലായനമാണ് ലബനനിൽ ഇപ്പോൾ നടക്കുന്നത്. ലബനനിൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക നീക്കം ശക്തമാക്കിയതോടെയാണ് ഈ വമ്പൻ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ 5.25 ലക്ഷത്തോളം പേരാണ് കിടപ്പാടം ഉപേക്ഷിച്ച് സുരക്ഷിത താവളങ്ങൾ തേടി പലായനം ചെയ്തത്. ഇതിൽ 1 ലക്ഷത്തിലധികം പേർ സർക്കാർ അഭയ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ കഴിയുന്നത്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ ഹൃദയഭാഗത്തേക്ക് ഉൾപ്പെടെ ഇസ്രായേൽ തങ്ങളുടെ സൈനിക ഓപ്പറേഷൻ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾക്കും അഭയാർത്ഥികൾക്കുമിടയിൽ ജനപ്രിയമായ റൌച്ചെ മേഖലയിൽ ഉൾപ്പെടെ ആക്രമണങ്ങൾ നടന്നു. എന്നാൽ ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്ന ഇറാന്റെ എലൈറ്റ് ഖുദ്സ് ഫോഴ്സിലെ 5 മുതിർന്ന കമാൻഡർമാരെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും അവരെ വധിച്ചുവെന്നും ഇസ്രായേൽ സൈന്യം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ലബനൻ വീണ്ടും ഇത്തരമൊരു കടുത്ത യുദ്ധത്തിലേക്ക് വീണുപോയത്? കഴിഞ്ഞ മാസം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായി കഴിഞ്ഞ തിങ്കളാഴ്ച ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടു. ഇതോടെയാണ് ഇരു വിഭാഗവും തമ്മിൽ അവസാനിച്ചുവെന്ന് കരുതിയ പോരാട്ടം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ ശക്തമായ മറുപടിയാണ് നൽകുന്നത്. തെക്ക് കിഴക്ക് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കി. അതിർത്തിക്കടുത്തുള്ള തന്ത്രപ്രധാനമായ മലമുകൾ പിടിച്ചെടുത്ത് ഇസ്രായേൽ കരസേന തെക്കൻ ലബനനിലേക്ക് മുന്നേറുകയാണ്. ടാങ്കുകളും കവചിത വാഹനങ്ങളും അതിർത്തിയിൽ സജ്ജമാക്കുന്നത് ഒരു പൂർണ്ണ തോതിലുള്ള സൈനിക നടപടിയുടെ സൂചനകളാണ് നൽകുന്നത്. മറുവശത്ത് ഹിസ്ബുള്ളയും പിന്മാറുന്നില്ല. വടക്കൻ ഇസ്രായേലിലെ നഹാരിയ, ഹൈഫ തുടങ്ങിയ നഗരങ്ങളിലേക്ക് അവർ നിരന്തരം റോക്കറ്റുകൾ അയക്കുന്നുണ്ട്. തെക്കൻ ലബനനിൽ നടന്ന പോരാട്ടത്തിൽ 2 ഇസ്രായേൽ സൈനികർ വീരമൃത്യു വരിച്ചതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോരാട്ടം പുനരാരംഭിച്ചതിന് ശേഷം 200ഓളം ഹിസ്ബുള്ള പോരാളികളെ വധിച്ചതായും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. തങ്ങൾ ആഗ്രഹിക്കാത്തതും തിരഞ്ഞെടുക്കാത്തതുമായ ഒരു വിനാശകരമായ യുദ്ധത്തിലേക്കാണ് രാജ്യം വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ലബനീസ് പ്രധാനമന്ത്രി നവാഫ് സലാം പ്രതികരിച്ചത്. ഈ വലിയ തോതിലുള്ള കുടിയൊഴിപ്പിക്കൽ രാജ്യത്ത് സമാനതകളില്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഏതായാലും ഹിസ്ബുള്ളയുടെ പ്രകോപനവും ഇസ്രായേലിന്റെ ശക്തമായ മറുപടിയും സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.